ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് നാളിന് ശേഷമാണ് നമ്മളൊന്ന് കാണുന്നത്. ഒരു 2.5 മാസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് വരുന്നത്. ഒന്ന് നാട്ടിൽ പോയിരുന്നു വെക്കേഷനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയ പാടെ ഓർഡേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വന്നതിൻ്റെ പിറ്റേന്ന് എടുത്തിട്ടുള്ളൊരു ഓർഡറായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷേ നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു ഇത്. അപ്പോൾ നമുക്ക് അതിന് ഉപേക്ഷിക്കാൻ തോന്നിയില്ല. അങ്ങനെ എടുത്തിട്ടുള്ളൊരു ഓർഡറായിരുന്നു. അപ്പോൾ 1.5 kgയിലാണ് ഞാൻ ഈ കേക്ക് ചെയ്യുന്നത്. ഇതൊരു പിസ്താഷ്യോ ഫ്ലേവറിലായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടോൾ കേക്കായിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു 5 ഇഞ്ചിൻ്റെ പാനിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു പേസ്റ്റൽ ഷെയ്ഡ് കൊടുക്കാം എന്നായിരുന്നു വിചാരിച്ചത്. അങ്ങനെ ചെയ്തതാണ്. താഴെ ഒരു ലൈറ്റ് ബ്രൗൺ വരുന്ന രീതിയിലും മുകളിൽ വൈറ്റ് കളറിലും ആയിട്ടാണ് രണ്ട് കളേഴ്സും മിങ്കിൾ ചെയ്തിരിക്കുന്ന ഒരു കേക്കാണ് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കളറ് ഷെഫ് മാസ്റ്ററിൻ്റെ നട്ട്മഗ് എന്ന് പറയുന്ന ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നൊരു കളറാണ് കേട്ടോ. അതൊരു 1 ഡ്രോപ്പ് കൊടുത്തിട്ട് അത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ ഒരു റെഫറൻസ് പിക്ക് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം കേക്ക് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബഡ്ജറ്റ് മുമ്പോട്ട് പോകുന്നതുകൊണ്ട് കസ്റ്റമർ പറഞ്ഞു വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏകദേശം ആ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെ ചെയ്തെടുക്കാമെന്ന് അവർ തന്നിട്ടുള്ള കോമ്പിനേഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ അതിന് സിമ്പിളായിട്ടുള്ള കേക്ക് തന്നെ ആയിരുന്നു. എങ്കിലും അതിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ കുറച്ച് ഹെവി ആയതുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് അങ്ങോട്ട് സെറ്റായി വന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ മാറ്റിയത്. അങ്ങനെ ഞാനിവിടെ കേക്ക് കറക്റ്റ് കളറൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം ഡെക്കറേഷൻ ചെയ്തു തുടങ്ങി. അങ്ങനെ ഗോൾഡൻ ഫ്ലേക്സാണ് ഫസ്റ്റ് കേക്കിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. പുള്ളിക്കാരിയുടെ 33ാമത്തെ ബർത്ത്ഡേക്കായിട്ട് നമ്മളിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേക്കായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു നമ്പരും കൂടി 33 എന്നുള്ള നമ്പരും കൂടി കേക്കിലേക്ക് വെക്കാൻ പറ്റുമോ, അത് ആർക്കിലിക്കിൽ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇതായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കത് കട്ട് ചെയ്യാനും അത് പോകാൻ അത് വാങ്ങിക്കാനും ഒന്നുമുള്ളൊരു ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. അപ്പം മൊത്തത്തിൽ ഒരു ഹറിബറി ആയിട്ടുള്ളൊരു ടൈമായിരുന്നു. അങ്ങനെ പിന്നെ അത് ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് എൻ്റേതായൊരു ഇഷ്ടത്തിൽ ഞാൻ പിന്നെ ചെയ്തു കൊടുക്കുകയായിരുന്നു. ആൾ ഓക്കെ ആയിരുന്നു. ആളിൻ്റെ ഫ്രണ്ടും കൂടിയാണ്, എൻ്റെ സ്ഥിരം കസ്റ്റമറാണ്. എല്ലാ കേക്കും എൻ്റെ അടുത്തു നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഇതുപോലെ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ഗോൾഡൻ ലീവ്സും ഒക്കെ വെച്ചിട്ട് കേക്കിൻ്റെ ടോപ്പിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തു. ഇതിൻ്റെ എല്ലാം താഴെയായിട്ട് ഞാൻ സെല്ലോ ടേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിൽ പോയതല്ലേ, അപ്പോൾ അവിടുന്ന് കുറച്ച് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ബർത്ത്ഡേ ടോപ്പർ, ഹാപ്പി ബർത്ത്ഡേ ടോപ്പറൊക്കെ. അപ്പം കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അന്ന് തന്നെ വേറൊരു കേക്കിൻ്റെ ഓർഡറും കൂടി ഉണ്ടായിരുന്നു. അതും 1.5 kg തന്നെയുള്ളൊരു തീം കേക്കായിരുന്നു. തീം കേക്ക് എന്ന് പറഞ്ഞാൽ വലിയ ഹെവി ആയിട്ടുള്ള തീമൊന്നുമില്ല, റെയിൻബോ വെച്ചിട്ടുള്ളതൊക്കെ ഒരു കേക്കായിരുന്നു. അപ്പം കസ്റ്റമർ പറഞ്ഞു കുട്ടിയുടെ ഡ്രസ്സിൻ്റെ കളർ ഒരു പീച്ച് കളറാണ്, അപ്പം അത് വെച്ചിട്ട് കേക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു കേക്ക് മൊത്തത്തിൽ ആ കളർ കൊടുക്കുന്നതിൽ നല്ലത് വൈറ്റ് ക്രീമിൽ തന്നെ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ആ പീച്ച് കളർന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. പാലറ്റ് നൈഫിൽ കുറച്ച് പീച്ച് കളറൊന്ന് ഡ്രോപ്പ് കൊടുത്തിട്ട് ക്രീം വെച്ച് ഇതുപോലെ ചെയ്തെടുക്കുകയാണേ. ഇതൊരു സെക്കൻഡ് ബർത്ത്ഡേ ബേബിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നൊരു കേക്കായിരുന്നു. അപ്പം ഞാൻ ഈ സെയിം പീച്ച് കളറിൽ തന്നെയാണ് റെയിൻബോയും ഒക്കെ ചെയ്തെടുത്തത്. ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ടുള്ളത് ബട്ടർ സ്കോച്ച് ഫ്ലേവറായിരുന്നു. ഇത് 1.5 kg തന്നെ ഉള്ളൊരു കേക്കായിരുന്നു. ഇതും 5 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ക്രീം എല്ലായിടവും ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഫോണ്ടൻ്റ് വർക്കുകളുണ്ട്, റെയിൻബോസ് എല്ലാം ഫോണ്ടൻ്റിലാണ് ചെയ്തെടുത്തത്. അപ്പോൾ അതെല്ലാം വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് ഫോണ്ടൻ്റൊക്കെ നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയി വരും. ഡ്രൈ എന്നല്ല, ഇങ്ങനെ പൊട്ടിപ്പോകുന്ന സ്റ്റേജൊക്കെ എത്തുന്നുണ്ട് കേട്ടോ, അത്രയ്ക്ക് നല്ല ചൂടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടി. ഇനി കുറച്ച് ഫോക്സ് ബോൾസും കൂടിയാണ് കേക്കിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പം കസ്റ്റമർ പറഞ്ഞത് നമ്മളോട് പീച്ച് കളറിൽ കിട്ടുന്നെങ്കിൽ അത് വെക്കാനായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ പീച്ച് കളറില്ലായിരുന്നു, പിങ്കേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഇതുപോലെ വരുമ്പം ഞാൻ ഇല്ലാത്ത കളറാണെങ്കിൽ കളറ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ വെക്കാറാണ്. ഇന്നിപ്പോൾ എനിക്ക് അധികം സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് കളറൊന്നും കയ്യിലില്ല. മീൻസ് ആർക്കിലിക് കളറാണ് ഞാൻ യൂസ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും കയ്യിലില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് എൻ്റെ കയ്യിലുള്ളത് ഏകദേശം ഒരു ഇതിന് അടുത്ത് വരുന്ന കളറ് ഈ ഒരു ലൈറ്റ് പിങ്കാണ്. അങ്ങനെ പിന്നെ ഞാൻ അതും വൈറ്റ് കളറിലെ ഫോക്സ് ബോൾസും കൂടിയാണ് വെച്ച് കൊടുത്തത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ എനിക്ക് തോന്നി. അങ്ങനെ അത് വെച്ച് കൊടുത്തു. ഈ കേക്ക് കണ്ടിട്ട് എനിക്കൊരു ക്യൂട്ട്നെസ് ഒക്കെ തോന്നി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ കേക്കിൻ്റെ ഡിസൈനും കാര്യങ്ങളുമൊക്കെ? ഇതുപോലെ തന്നെ സെയിം റെയിൻബോ താഴെ ഒരെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കേക്കിൻ്റെ. അത് ഇത്രയും വലുതല്ല, ചെറിയ ഒരു റെയിൻബോയും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പം റെയിൻബോയ്ക്ക് ഞാൻ ഈ കളർ ചൂസ് ചെയ്തത് നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മോളുടെ ഡ്രസ്സിൻ്റെ കളർ വേണമെന്നുള്ളത്. അപ്പം അത് ഞാൻ വിചാരിച്ചെങ്കിൽ കേക്കിന് കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് റെയിൻബോയ്ക്ക് അത് അങ്ങനെ ചൂസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ റെയിൻബോയുടെ 7 കളേഴ്സ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇനി വരില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാണേ. പിന്നെ കുറച്ച് ഫോക്സ് ബോൾസ് കേക്കിൻ്റെ സൈഡിലും താഴെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഞാനൊരു നമ്പർ ടോപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഫോണ്ടൻറ്റിൽ തന്നെ കട്ട് ചെയ്തെടുത്താണ് 2 എന്നുള്ള നമ്പർ ടോപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇതുപോലെ വെച്ച് സെറ്റാക്കി എടുത്തു. ഇനി ഞാനിവിടെ ചെയ്യുന്നത് പീച്ച് കളറിലെ ക്രീം വെച്ചിട്ട് ഓപ്പൺ സ്റ്റാർ നോസിൽ വെച്ചിട്ട് കുറച്ച് ഇതുപോലെ ഒരു സ്റ്റാറും കൂടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നു. കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്ന റെഫറൻസ് പിക്കിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇന്നത്തെ 2 കേക്കും ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൽ കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ആ ഒരു മാറ്റവും പിന്നെ ഫോക്സ് ബോൾസിൻ്റെ മാറ്റവും ഒക്കെ വരുത്തിയിട്ടാണ് ചെയ്തത്. പക്ഷേ കസ്റ്റമേഴ്സിന് 2 പേർക്കും നല്ല രീതിയിൽ തന്നെ കേക്ക് ഇഷ്ടപ്പെട്ടു. ലുക്ക് വൈസ് ആണെങ്കിലും ടേസ്റ്റിലാണെങ്കിലും 2 പേരും നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. ഇനി ഞാൻ കേക്ക് ബോട്ടിലായിട്ട് പേരും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്താണ് വെക്കുന്നത്. കേക്കിൽ റെഫറൻസ് പിക്കിലുണ്ടായിരുന്നത് ആർക്കിലിക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇതുപോലെ സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തീരെ ചെറിയ ഷുഗർ ബോൾസാണ് കേക്കിൻ്റെ സൈഡിലും മുകളിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞു മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോൾ കുറച്ച് ഷിമ്മറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും കൂടി ഞാൻ കുറച്ചിങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിൽവർ കളറിലെ ഷിമ്മറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അതും കൂടി ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കേക്കിനോട് ഫൈനൽ ലുക്കിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കേക്കുകൾ രണ്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, മറന്നു പോകരുതേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ ബൈ.